മോഷണക്കുറ്റം ചുമത്തി പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത ദളിത് യുവതി നേരിട്ടത് 20 മണിക്കൂർ നീണ്ട ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളാണ്. ഏപ്രിൽ 23-ന് സ്റ്റേഷനിൽ നേരിട്ടത് വിവരിക്കുമ്പോൾ ഇപ്പോഴും നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിന്റെ കണ്ണു നിറയും. 16 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം SIയെ സസ്പെൻഡ് ചെയ്തെങ്കിലും പൂർണ്ണമായും നീതി ലഭിച്ചില്ല എന്ന് ബിന്ദു പറയും. വെളുപ്പിന് 3:30 മണിയായി. എനിക്ക് അന്നത്തെ ഭക്ഷണവും വെള്ളവും ഒന്നും എനിക്ക് തന്നിട്ടില്ല. വെള്ളം ചോദിച്ചപ്പോൾ പറഞ്ഞു ബാത്റൂമിൽ ബക്കറ്റിലോട്ട് പോയി കോരിക്കുടി. കഴിഞ്ഞ മാസം 23-ന് ജോലി കഴിഞ്ഞു മടങ്ങും വഴി ബിന്ദുവിന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. ജോലി ചെയ്ത വീട്ടിലെ ഉടമയുടെ മാല നഷ്ടപ്പെട്ടു. മാല മോഷ്ടിച്ചിട്ടില്ലെന്ന് ബിന്ദു പറഞ്ഞു. ഡ്യൂട്ടി ഉദ്യോഗസ്ഥനിൽ നിന്ന് തിരിച്ചു കേട്ടത് ചീത്ത വിളികൾ. ഞാൻ അങ്ങോട്ട് നീങ്ങുന്നില്ലടി എന്ന് പറഞ്ഞെത്തിയിട്ട് എന്നെ ചീത്ത വിളിച്ചു. ഞാൻ പേടിച്ചു പോയി. എന്നിട്ട് എന്നെ വെളിയിൽ ഇറക്കിയിട്ട് ഇപ്പുറത്ത് റൂമിൽ കൊണ്ടുപോയി. ഇപ്പുറത്ത് റൂമിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ എല്ലാ പോലീസുമാരും എന്നെ ഭയങ്കരമായിട്ട് എന്നെ ചോദ്യം ചെയ്തു. ഒരുപാട് പേരെന്നെ അവിടെ നിന്ന് ചോദ്യം ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ചെന്നിരിക്കാൻ പറഞ്ഞു. അവിടെ ചെന്നിരുന്നിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിച്ചു. ഒത്തിരിയായിട്ടും അങ്ങ് മാനസികമായിട്ട് പീഡിപ്പിച്ച് തന്നെയാണ് പറഞ്ഞത്. കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം കുടുംബത്തെ അറിയിക്കാൻ പോലും ബിന്ദുവിനെ പോലീസ് അനുവദിച്ചില്ല. പിന്നാലെ മഫ്തിയിലുള്ള പോലീസ് സംഘം പരാതിക്കാരിയുടെ കാറിൽ ബിന്ദുവുമായി വീട്ടിലേക്ക് തിരിച്ചു. തൊണ്ടി മുതൽ തേടിയായിരുന്നു ബിന്ദുവിനൊപ്പം പോലീസ് വീട്ടിലെത്തിയത്. ഒരു സംഘം ആളുകൾക്കൊപ്പം ബിന്ദു വീട്ടിലേക്ക് വരുന്നത് കണ്ട ഭർത്താവിന് ആദ്യം കാര്യം മനസ്സിലായില്ല. എൻ്റെ നിറത്തിൻ്റെയും ചന്തമില്ലാത്തമേയും കൊണ്ടായിരിക്കും അവരെന്നോട് ഇത്രയും ക്രൂരത കാണിച്ചത്. അത് മാത്രം എൻ്റെ ചേട്ടൻ രാവിലെ കാപ്പി മാറ്റി തന്നിട്ട് പോലും എനിക്ക് കഴിക്കാൻ കൂടി പിന്നെ സമ്മതിച്ചിട്ടില്ല. എൻ്റെ ചേച്ചിയുടെ മക്കളായിരുന്നാലും കാപ്പി വാങ്ങിച്ചു എനിക്ക് കഴിക്കാൻ ഇവർ സമ്മതിച്ചിട്ടില്ല. കാണാനോ സംസാരിക്കാനോ ഇവർ സമ്മതിച്ചിട്ടില്ല. ഭക്ഷണമോ വെള്ളമോ നൽകാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് ബിന്ദുവിനെ കസ്റ്റഡിയിൽ വെച്ചു. ചീത്ത പറഞ്ഞ പോലീസുകാർ എന്നെ അടിക്കാൻ വന്നു. കയ്യോ എന്നെ അടിക്കാൻ വന്നു. അപ്പം ഞാൻ അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തടുത്തു. എന്നിട്ട് വെളിയിൽ കൊണ്ടുവന്നിട്ട് സാറേ ഇവള് പറയുന്നില്ല, മാല എവിടെയാണെന്ന് ഇവള് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല. കുറേ നേരം അവിടെ ഇച്ചിരി അങ്ങോട്ട് കിടക്കുമ്പോൾ വീണ്ടും എന്നെ വിളിച്ചുണർത്തിയിട്ട് വീണ്ടും ചോദ്യമായിരുന്നു. മക്കളെയും കേസിൽ കുടുക്കി ജയിലടക്കി. അവിടെ ഭക്ഷണവും ആഹാരമൊക്കെ നല്ല പഠിത്തമൊക്കെ നല്ല കാര്യം പറഞ്ഞു. അതിൻ്റെ കൂടെ എൻ്റെ ഭർത്താവിനെ ജയിലിൽ ആക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ പോലീസ്. ഒടുവിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മാല വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടി. ബിന്ദുവിനെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ഒരു താക്കീത് കൂടി, മേലാൽ കണ്ടുപോകരുത്. അവിടെ വെച്ചും കുറെ നേരം നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയപ്പോൾ SI എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എന്ത് സാറെന്ന് വെച്ചാൽ പറഞ്ഞ് ഈ അമ്പലമുക്കോ ഈ കബഡിയറോ ഭാഗത്തോ എന്നെ കണ്ടുപോകരുത്, നാട് വിട്ടു പൊക്കോളാൻ പറഞ്ഞു. എല്ലാവരും സ്റ്റേഷൻ നിറച്ച ആളുണ്ടായിരുന്നു. ഒത്തിരി പേര് നിറച്ച് രാവിലെ സമയമല്ലേ, ഒത്തിരി പേരുണ്ടായിരുന്നു. അവരെല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരുന്നു. മനുഷ്യാവകാശ ലംഘനം തന്നെയായിരുന്നു 20 മണിക്കൂർ ആ സ്റ്റേഷനിൽ നടന്നത്. ഭക്ഷണമോ വെള്ളമോ ഇല്ല. ബന്ധുക്കളെ അറിയിക്കാൻ പോലും സാധിച്ചില്ല. ഒടുവിൽ ഭർത്താവ് പ്രദീപ് സ്റ്റേഷനിലെത്തിയപ്പോൾ പ്രദീപിനോടും കാക്കിയുടെ അമർഷം. ഞാൻ അകത്തോട്ട് കയറി ചെന്ന് SI എന്നെ എടുത്താക്കല് ചോദിക്കുന്നത് നിനക്ക് എത്ര കേസുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് കേസോ? നിനക്ക് എത്ര കേസുണ്ട്? ഞാൻ പറഞ്ഞു എനിക്കൊരു കേസും ഇല്ല, ഞാൻ കേസായിട്ടുള്ള യാതൊരു കാര്യം ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ കാര്യം അന്വേഷിച്ചുള്ളത് SI പറഞ്ഞതാണ്. 3-ാം തീയതി അനുഭവിച്ചതൊക്കെയും വിശദമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പട്ടികജാതി പട്ടികവർഗ വകുപ്പിനും പരാതി നൽകി. ഒടുവിൽ SIയെ സസ്പെൻഡ് ചെയ്തു. സന്തോഷം തീർത്ത് പറയാൻ പറ്റത്തില്ല. ഇനി ബാക്കി രണ്ടുപേരുണ്ടല്ലോ, അവരെ കൂടെ സസ്പെൻഡ് ചെയ്യണം, എന്നാലേ എനിക്ക് സന്തോഷമാകും. നിലവിൽ ബാക്കിയുള്ള പരാതിയുമായി മുന്നോട്ട് പോകുന്ന തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ഈ ഓമനാടാലിൻ്റെ പേരിൽ, ഓമനാടാലും മക്കളെയും പേരിൽ അടുത്ത പരാതി മാനനഷ്ട കേസ് കൊടുക്കും. ഉടനെ തന്നെ വക്കീലുമായി സംസാരിച്ചിട്ട് ഉടനെ കേസുമായി മുന്നോട്ട് പോകും. ആ ദിവസം ഓർക്കുമ്പോൾ ഇപ്പോഴും ബിന്ദുവിന്റെ കണ്ണു നിറയുന്നുണ്ട്. പോലീസിൽ നിന്ന് ലഭിക്കാത്ത നീതിക്കു വേണ്ടി ഇനിയും മുന്നോട്ടു പോകാൻ തന്നെയാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.